ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. രാവിലെ പോയി വൈകിട്ട് തിരിച്ചെത്തുന്ന ഒരു ലണ്ടൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് 4:50ക്കാണ് ബസ് സ്റ്റേഷനിൽ നമ്മൾ എത്തണം. വേഗം ചാടിക്കൂടി എണ്ണീറ്റ് ഒരു 4 മണിക്കൊക്കെ എണ്ണീറ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഫുഡും കാര്യങ്ങളും തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്തിരുന്നായിരുന്നു. എന്നാലും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. യൂബർ ടാക്സി നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷേ പെട്ടെന്ന് കുറച്ച് ഡിലേ ആയി. എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും 4:50ക്ക് തന്നെ ഷാർപ്പ് അവർ ബസ് എടുത്തു. എങ്ങനെ ഓടിച്ചാടി കൈയും കാലും ഒക്കെ കാണിച്ച് അങ്ങനെ ബസ്സിൽ കയറാൻ നമുക്ക് പെട്ടെന്ന് ചാടി കയറാൻ പറ്റി. അതിൻ്റെ ക്ഷീണമാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു 1 hour 1.5 hour ബസ്സിൽ ഇരുന്നിട്ട് പോലും നമ്മളൊന്ന് ഹോൺ അടിക്കുന്നതോ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല. ആ ഒരു ലിമിറ്റഡ് സ്പീഡിലും ഹോണൊന്നും അടിക്കാതെ തന്നെയായിരുന്നു. നല്ല സേഫ് ആയിട്ടായിരുന്നു ഇതിപ്പോൾ ഡ്രൈവർ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഏത് സ്റ്റേഷനാണ് എത്തുന്നതെന്ന് വിളിച്ച് പറയണം. പിന്നെ ഇവിടുത്തെ ബസ്സിൽ നമുക്ക് ഡ്രൈവറിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ, കണ്ടക്ടർ ഇല്ല. രാവിലെ ബസ് സ്റ്റേഷനിലെത്തി ഡ്രൈവറിൻ്റെ ടിക്കറ്റ് കാണിച്ച് ലഗേജ് എല്ലാം സേഫായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ബസ്സിൽ കയറാൻ. ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല. ഞങ്ങൾ ഓടിപ്പിടിച്ച് ബസ്സിൽ കയറുമായിരുന്നു. അതിന് നമ്മൾ സോറിയും പറഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത്. ഞങ്ങൾ വരുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ തന്നെ ലിപിക നമുക്ക് വേണ്ടി എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷൻ വിക്ടോറിയ ലണ്ടനിലെത്തി. ഒരു 4.5 hour ജേർണി ആയിരുന്നു. ലണ്ടനിൽ വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ബക്കിംഗ്ഹാം പാലസ് ആയിരുന്നു. അവിടെ നിന്നൊരു 17 minutes ഒരു ട്രാവൽ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ നോക്കി നമ്മളവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. രാവിലെ നമ്മൾ എണ്ണീറ്റപ്പോൾ സേക്കുട്ടി നല്ല ഉറക്കത്തിലാണ് സേക്കുട്ടിയെ പൊക്കിയെടുത്ത് നമ്മൾ പോകുന്നത്. എന്നാലും ബസ് കിട്ടാനുള്ള ഓട്ടത്തിനിടയിൽ അവൾ പെട്ടെന്ന് ഉണർന്നെങ്കിലും ബസ്സിലിരുന്ന് അവൾ ഉറങ്ങി. പിന്നെ അവൾ ഉണരുന്ന ഇവിടെ വന്നതിന് ശേഷമാണ്. സേക്കുട്ടിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അവൾ ശരിക്കും എൻജോയ് ചെയ്തു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നമ്മൾ ഒരു 15-20 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഏകദേശം അടുത്തെത്താറായി. കുറേ തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാണ് പോയത്. കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയെങ്കിലും നമ്മൾ ഏകദേശം പാലസിൻ്റെ അടുത്തെത്തായി. നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റിയെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ സെക്യൂരിറ്റിയാണ് നിൽക്കുന്നത്. ബക്കിംഗ്ഹാം പാലസ് റോഡാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബക്കിംഗ്ഹാം പാലസ് ബ്രിട്ടീഷ് രാജഭരണത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്നാണ് ബക്കിംഗ്ഹാം പാലസിനെ അറിയപ്പെടുന്നത്. ലണ്ടനിലെ മറ്റേത് നിർമ്മിതിയേക്കാളും ഒരടി മുന്നിൽ നിൽക്കുന്ന ഈ കൊട്ടാരത്തിന് പ്രത്യേകത ഒരുപാടാണ് കേട്ടോ. 1837 മുതൽ രാജവാഴ്ചയുടെ ആസ്ഥാനമായ ഇവിടം എന്നും സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൊട്ടാരം എന്നതിലുപരി സാധാരണക്കാരെ കൗതുകത്തിലാക്കുന്ന ഒരുപാട് തരത്തിലുള്ള നിർമ്മിതികളാണ് ഇതിനുള്ളിലുള്ളത്. ബക്കിംഗ്ഹാം പാലസിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ ഭവനങ്ങളിൽ ഒന്നാണ് ബക്കിംഗ്ഹാം പാലസ്. 39 ഏക്കർ സ്ഥലത്താണ് ഈ കൊട്ടാരം വ്യാപിച്ചു കിടക്കുന്നത്. ഇതിലെ മുറികളുടെ എണ്ണം എത്രയെന്നറിയാമോ? 775 മുറികളാണ് ഈ കൊട്ടാരത്തിനുള്ളിലുള്ളത്. ജനറലി ഈ പാലസ് പബ്ലിക്കിന് ഓപ്പൺ അല്ല. എന്നിരുന്നാലും സമ്മർ ടൈമിൽ ചെറിയ ചാർജോട് കൂടി നമുക്ക് ഇതിനകം വിസിറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് സമ്മർ ടൈമിൽ എല്ലാ ദിവസവും ഗാർഡ് ചേഞ്ചും ഇവിടെ ഫ്രീ ആയിട്ട് കാണാൻ കഴിയും, ഒരു 11:30 മണിക്ക്. ഇത് കൂടാതെ വിൻ്റർ ടൈമിൽ എവറി സെക്കൻഡ് മോർണിംഗിൽ വിൻ്റർ ടൈമിൽ നമുക്ക് ഈ ചേഞ്ച് ഓഫ് ഗാർഡ് കാണാൻ കഴിയും. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തില്ല. എന്നാലും ഒരു ചെറിയ മാർച്ച് പാസ്റ്റ് ഒക്കെ കണ്ട് നമ്മൾ അവിടുന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് യാത്ര തിരിച്ചു. ലണ്ടനിലെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്കൈ ഗാർഡൻ. 35 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ ഒരു അതിവിശാലമായ 360 വ്യൂ, ലണ്ടൻ മൊത്തം കാണാൻ കഴിയുന്ന ഒരു വ്യൂവും അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനുമാണ്. കണ്ടാലോ? കമോൺ. വോക്കി ടോക്കി എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബിൽഡിങ്, അതെന്തുകൊണ്ട് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു മൊബൈലിൻ്റെ രൂപത്തിലാണ് ഈ ബിൽഡിങ്ങിനെ നിർമ്മിച്ചിരിക്കുന്നത്. 200 മില്യൺ UK പൗണ്ട് ചിലവാക്കി 14 വർഷത്തോളം ടൈം എടുത്തു കേട്ടോ ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ. 2007 മുതൽ 2014 വരെ. ഇതാ നോക്കിക്കോ, ലിഫ്റ്റ് പോകുന്ന എങ്ങോട്ടാണെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. നിമിഷ നേരങ്ങളിലുള്ളതാണ് ഞങ്ങൾ 35ാമത്തെ നിലയുടെ മണ്ടയ്ക്കെത്തിയത്. ചെറുതായിട്ട് ചെവിയൊന്ന് അടഞ്ഞു, പക്ഷേ സീക്കുട്ടി ഓക്കെ ആയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഈ ബിൽഡിങ്ങിന് നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് വീക്ക് ബിഫോർ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിന് മുകളിൽ കയറി വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരതിന് പ്രത്യേകം ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കും. ആ ടൈമിനുള്ളിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ കഴിയത്തുള്ളൂ. ആ ഒരു ഓവർ ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരുന്ന ടൈം 9 o'clock ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ബക്കിംഗ്ഹാം പാലസ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ വേഗം തന്നെ നമ്മൾ സ്കൈ ഗാർഡനിലെത്തി. അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ടു. നമുക്ക് അടുത്ത ഡേറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വന്നു. ആ ബുക്കിങ്ങിലൂടെ നമുക്ക് ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു മഹാനഗരം മൊത്തം കണ്ടു. യു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ് വെൻ എവർ യു ആർ ഗോയിങ് ടു ലണ്ടൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്
ഒരുപാട് വാക്കുകളിലൂടെ നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമ്മളത് കണ്ട് തന്നെ മതിയാവേണ്ടി വന്നു. അതുപോലൊരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ഈ സ്കൈ ഗാർഡൻ്റെ മുകളിലെത്തി അവർ ഓരോ ഗ്ലാസ്സിലും ഓരോ പ്ലേസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ പ്ലേസ് കാണാൻ പറ്റും. ലണ്ടൻ അതുപോലൊക്കെ തന്നെ നമുക്ക് ഫ്ലൈറ്റൊക്കെ വരിവരിയായിട്ടിങ്ങനെ പിള്ളേരൊക്കെ അസംബ്ലിക്ക് നിൽക്കുന്ന നമുക്ക് വരിവരിയായിട്ട് നിന്ന് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ലപോലെ ശരിക്കും നമുക്ക് ആ ഒരു സമ്മർ ടൈം നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു ഇത്തിരി പണിയായിട്ടോ. മനുച്ചേട്ടായി ഒന്ന് പെട്ടു. അതായത് കോഫി ഐറ്റംസ് തന്നെ ഒരു 19 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യണമെന്നറിയാം. എങ്ങനെയൊക്കെയോ മനുച്ചേട്ടായും ലിബിയും കൂടെ നമുക്ക് വേണ്ടിയിട്ട് ക്രോയിസൻസും കോഫി എല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എന്നാന്ന് ഗാർഡൻ ഫുള്ളൊന്ന് കാണാമെന്ന് വെച്ചു. ഗാർഡൻ കാണാൻ കയറിയപ്പോൾ അവിടെ മൊത്തം വാഴയും. ബ്രിട്ടീഷുകാർ വലിയ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കാട്ടു ചെടികളൊക്കെ കൊണ്ടുവന്ന പോലെ ആദ്യം ഞങ്ങൾക്ക് തോന്നി. നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന ചില ചെടികളൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് കൂടാതെ വളരെ മനോഹരമായി അതിലേറെ പലതരത്തിലുള്ള ചെടികളും എല്ലാം അവർ അറേഞ്ച് ചെയ്തു. ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓരോ ഹെഡിങ് ഉണ്ട്. നമുക്ക് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. അങ്ങനെ ഇവിടെ മനോഹരമായിട്ട് ലണ്ടനെ ഫുൾ അവർ ആ ഒരൊറ്റ ബിൽഡിങ്ങിലൂടെ അവരതിനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ചിലവർക്കിതൊരു റൊമാൻറ്റിക് വ്യൂവും മറ്റു ചിലവർക്ക് ഇതൊരു കാഴ്ചയുടെ അത്ഭുതവും അതുപോലെ വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങൾക്കും അത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം സ്കൈ ഗാർഡൻ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. UK പല ഭാഗങ്ങളിലും നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ കാണാൻ കഴിയും. ഡബിൾ ഡെക്കർ ബസ്സുകളും അതിൻ്റെ മുകളിലൊരു ടോപ്പ് നല്ല വ്യൂവും കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളൊരു ബസ്സിൽ കയറി. ഒരു 40 പൗണ്ടാണ് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ UK പല ഡെസ്റ്റിനേഷനിലും അവർ കൊണ്ടിറക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ആ ബസ്സിൽ കയറി നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി നമുക്കതിന് ടൈം സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ അതിനകത്ത് മിക്കവാറും ബസ്സിലെല്ലാം അതിനകത്തൊരു ഗൈഡും കാണും, ടൂർ ഗൈഡും കാണാം. അപ്പോൾ ടൂർ ഗൈഡ് ഓരോ സ്ഥലത്തിനെ പറ്റിയും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നമുക്ക് അവരതിനെ ഡീറ്റെയിൽഡായിട്ട് വർണ്ണിച്ചു തരും. കൂടുതലും നമുക്ക് ബ്ലൂവും റെഡും കളർ ബസ്സാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ബ്ലൂ ബസ്സിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ബ്ലൂ ബസ്സിലാണ് നമ്മൾ മൊത്തം കറങ്ങി. ഏകദേശം ലണ്ടൻ മൊത്തം കണ്ടു. അതിനുശേഷം കാണുന്നത് എല്ലാവരും പേരേക്കും ലണ്ടൻ ബ്രിഡ്ജാണ്. പക്ഷേ ഇത് ലണ്ടൻ ബ്രിഡ്ജല്ല. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ആ കാണുന്നത് ടവർ ബ്രിഡ്ജുമാണ്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഹെഡ്സെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് കുത്തി പാട്ടൊക്കെ കേൾക്കാനും അതിനുള്ള ഫെസിലിറ്റി ഒക്കെ അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ടവർ ബ്രിഡ്ജാണ്. ഈ ടവർ ബ്രിഡ്ജിൽ പ്രത്യേകം ബുക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അത് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഒരു പാതയുണ്ട്. അതുവഴി നമുക്ക് നടന്നു പോകാനൊക്കെ കഴിയും. ഇതായി പോകുന്നത് വളരെ മനോഹരമാണ് കേട്ടോ കാണാൻ. ഒന്നും പറയാനില്ല. നല്ല പോലെ നമുക്ക് മനസ്സിനെയും നമ്മൾ നല്ല പോലെ റിലാക്സ് ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരുന്നു അതെല്ലാം. ദാസിയെക്കുട്ടി നല്ല ഹാപ്പിയാണ്. അവൾ മുകളിലിരുന്ന് എല്ലാ കാഴ്ചകളൊക്കെ കാണാൻ വരിയായിട്ട് തന്നെ ഓരോരുത്തരും ഓരോ ബസ്സിൽ കയറി നമ്മൾ അവിടുന്ന് ഡെസ്റ്റിനേഷൻ ഇറങ്ങി. ഇന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഒന്ന് കറങ്ങി. വിശപ്പൊക്കെ ആയി എല്ലാവർക്കും കേട്ടോ. ചെറുതായിട്ട് വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. ഇനി ചെറുതായിട്ട് നമുക്ക് ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കി മുന്നോട്ട് നടക്കാം. ഈ കാണുന്നത് ഊബർ സൈക്കിളാണ് കേട്ടോ. ഈ സൈക്കിൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചവിടെ കൊണ്ടുവച്ചാൽ മതി. ഇനി നമുക്ക് ലണ്ടൻ നഗരത്തിലെ തൈംസ് നദിയിലൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാം കേട്ടോ. ഒരു ബോട്ട് യാത്ര ആയാലോ? കമോൺ. അങ്ങനെ നമ്മൾ ബോട്ടിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ബോട്ടിനകത്ത് കയറുകയാണ്. ബ്രിഡ്ജിലൂടെ ബോട്ടിനകത്ത് കയറി. ഇതിന് നമുക്ക് ടോപ്പിലും ഇരിക്കാം താഴെയും ഇരിക്കാൻ പറ്റും. മിക്കവാറും ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ടോപ്പിലാണ് കേട്ടോ. താഴെ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയ കാറ്റുണ്ടായിട്ട് പോലും അതൊന്നും വക വയ്ക്കാതെ ആൾക്കാരെല്ലാം മുകളിലാണ് ഇരുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ. 1-2 പേരെ മാത്രം നമുക്ക് താഴെ കാണാൻ കഴിയും. നല്ല അടിപൊളി വ്യൂവും കാറ്റുണ്ടെങ്കിൽ പോലും നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. മുകളിൽ ഒരു ടൂർ ഗൈഡുണ്ട്. ടൂർ ഗൈഡ് നമുക്ക് A to Z കാര്യങ്ങൾ വളരെ സ്ലോയിൽ നമ്മളെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ A to Z കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഓരോ
ബിൽഡിങ്ങും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. Called it his masterpiece. And back on the other side we have the Tate Modern, the only building to be opened twice by the Queen, once as the power station, once as the Tate Modern. And you can see it says free and open to all at the very top. അങ്ങനെ ലണ്ടൻ മൊത്തം ഏകദേശം ഒന്ന് കറങ്ങിക്കണ്ടു. ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ചൈന ടൗൺ. അവിടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് കയറിയാണ്. അവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചൈനീസ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ചൈനീസിൻ്റെ കുറേ അധികം തിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കണ്ട് കറങ്ങി കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിക്ടോറിയ സ്റ്റേഷനിലേക്ക് പിടിച്ചു. ഞങ്ങളുടെ ബസ് 9 മണിക്കായിരുന്നു. അങ്ങനെ 9 മണിക്കുള്ള ബസ്സിൽ കയറി ഒരു 4.5 മണിക്കൂർ, ഐ തിങ്ക് ഒരു 1:00 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. ഓവറോൾ ഒരു നൈസ് ജേർണി ആയിരുന്നു. എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.